അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സിനാൻ്റെ ഉപ്പ ഗൾഫിലേക്ക് പോകുന്ന ദിവസമാണ് നാളെ. ക്യാഷിന് അത്യാവശ്യമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ഒരു 5 പൈസ കിട്ടില്ല, അതുറപ്പാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ അവരോട് ചോദിച്ചതുമില്ല. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് കുറച്ച് ക്യാഷ് കടം വാങ്ങിയിട്ടാണ് എൻ്റെ മോനെ മോചിപ്പിച്ചത്. ഇനി അതെല്ലാം വീട്ടണം. അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് പോയേ മതിയാവൂ. അല്ലാതെ ഇവിടെ നിന്നാൽ മനസ്സിന് യാതൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. നാളെ പുലർച്ചെ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. സുബഹി നിസ്കാരം പാതി വഴിയിൽ വെച്ച്. തലേ ദിവസം അങ്ങാടിയിൽ നിന്ന് പോരുമ്പോൾ ഉസ്മാൻക അങ്ങോട്ട് വന്നു. അല്ല ബഷീറെ, ഈ പോകാൻ ഉറപ്പിച്ചോ? പിന്നെന്താടാ, നാളെ ഞാൻ പോവാണ്, പുലർച്ചെ പോകും. പിന്നെ നിൻ്റെ ക്യാഷ് അധികം വൈകാതെ തിരിച്ചു തരാട്ടോ. ഇൻഷാല്ലാ അവിടെ പോയിട്ട് പണിയൊക്കെ ആവട്ടെ. അതല്ല, നീ നിൻ്റെ അറബിച്ചിൻ്റെ അടുത്തേക്കാണ് പോണത്? അറബിച്ചിൻ്റെ അടുത്തേക്ക് പോകണം, പക്ഷെ ഇപ്പോഴല്ല. ഈ വെറുങ്കയോടെ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം എനിക്ക് വേണ്ടി അത്രക്കും അവർ തന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ 5ൻ്റെ ക്യാഷില്ലാതെ ഞാൻ അവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തായിരിക്കും ആ അറബിയമ്മയുടെ മനസ്സിൽ? അവരെന്ത് വിചാരിക്കും? അതുകൊണ്ട് ഉസ്മാനെ, ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. കുറച്ച് ക്യാഷൊക്കെ ഉണ്ടാകട്ടെ, അറബിയമ്മ അറിയാതെ പണിയെടുക്കട്ടെ അവിടെ എവിടെയെങ്കിലും പോയിട്ട്. അതിപ്പോൾ എത്ര ക്ലീനിങ് ആണെങ്കിലും എത്ര വെയിലത്താണെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പണി എടുക്കട്ടെ. എന്നിട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് അറബിയമ്മേൻ്റെ അടുത്തേക്കൊന്ന് പോകണം. അതെന്താ ഉസ്മാനെ, ഈ ഇങ്ങനെ വെയിലും കൊണ്ടൊക്കെ പണിയെടുക്കണത് അറബിയമ്മൊക്കെ കണ്ടാൽ സഹിക്കുമോ? അവിടെ നിനക്ക് നല്ല സുഖമായിരുന്നല്ലോ. അതേടാ, 8 വർഷത്തോട് നല്ല റാഹത്തോടു കൂടിയുള്ള ജീവിതമായിരുന്നു. എല്ലാം എനിക്ക് നേടിത്തുന്ന അറബിയമ്മ നാട്ടിലെത്തിച്ചപ്പോഴേക്കും എടാ എൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം കൈവിട്ട് പോയിരിക്കുന്നു. എങ്ങനെടാ? ഒന്നുമില്ല, അതൊക്കെ എൻ്റെ വൈഫിൻ്റെ പേരിലാണ്. പിന്നെ ആടാ, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. ഇനിയെങ്കിലും നീ ശ്രദ്ധിക്ക്, എല്ലാം അങ്ങോട്ട് വിട്ടു കൊടുക്കരുത്. ഒരു കടിഞ്ഞാണ്, ജസ്റ്റ് ഒരു ലിമിറ്റ് വേണം നമുക്ക്. എല്ലാം അങ്ങോട്ട് ഫ്രീ ആയി കൊടുക്കരുത്. ശരിയാണ്, ഭാര്യയാണ്, ഒക്കെ ശരിയാണ്, എൻ്റെ മക്കളെ പ്രസവിച്ച ഉമ്മയാണ്, ഒക്കെ ഓക്കെയാണ്. പക്ഷേ എങ്കിലും വേണം ഒരു കടിഞ്ഞാണ്. ആ ഒരു കടിഞ്ഞാണ് ഇട്ടില്ലെങ്കിൽ ഇതാ കൈ വിട്ട് പോവും. മോനെ, ഇനിയെങ്കിലും നീ ശ്രദ്ധിക്ക്. പോയത് പോയി. എടാ, ക്യാഷ് ഇല്ലാണ്ടൊന്നല്ല, അതൊക്കെ ഇപ്പോൾ ചോദിച്ചാലൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും. നീ വിഷമിക്കണ്ട. എൻ്റെ ക്യാഷിൻ്റെ കാര്യത്തിൽ അത്ര അർജൻറ്റൊന്നും എനിക്കില്ല. നിനക്ക് ഉണ്ടാവുമ്പോൾ തന്നാൽ മാത്രം മതി. ഇൻഷാ അല്ലാ ഞാൻ പോയിട്ട് എന്തൊക്കെ തന്നെയാലും കിട്ടുന്ന ജോലിക്ക് കയറിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ക്യാഷ് ഉണ്ടാക്കണം, കടങ്ങളൊക്കെ വീട്ടണം. കുറച്ചുകൂടെ ഞാൻ അത്യാവശ്യമായിട്ട് കുറച്ച് വാങ്ങിയിരുന്നു. കാരണം എനിക്കെൻ്റെ വിസൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ വിസയ്ക്കും ടിക്കറ്റിനും എല്ലാത്തിനും കയ്യിലുള്ളതെല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ലല്ലോ. എന്നാൽ ശരി കേട്ടോ, ഞാൻ നാളെ സുബഹിക്ക് അങ്ങോട്ട് പുറപ്പെടും. സുബഹിന് മുമ്പായിട്ട് പുറപ്പെടും. ഓക്കെ, എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. ആ രാത്രി തന്നെ അതാ ഉപ്പ സിനാനെ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. അല്ലോ, ഉപ്പയാണല്ലോ. ഉപ്പ, മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ കുട്ടിനോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചത്. എന്തുപ്പാ, എന്തു പറ്റി? മോനെ, ഉപ്പ നാളെ പോവാണ്. പോവേ? എങ്ങോട്ട്? ഞാൻ സൗദിക്ക് പോവാണ് മോനെ. എന്തേ ഉപ്പ പെട്ടെന്ന്? അറബിയമ്മ അങ്ങനെ വിളിച്ചോ? അതൊന്നല്ല മോനെ, ഞാൻ പോവാണ്. അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. എന്താ ഉപ്പ? ഉപ്പ എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പും ഇല്ലാതെ? ഒന്നുമില്ല. അതല്ല, ഇത്ര പെട്ടെന്ന് പോയണെന്താ? അല്ല, ഇത് ഡേറ്റൊക്കെ ഏകദേശം ഞാൻ പെട്ടെന്ന് ആക്കാമെന്ന് വിചാരിച്ചു മോനെ. ഉപ്പ, വൈകാതെ ഞാനും വരുന്നുണ്ട് അങ്ങോട്ട്. ഇത്ര പെട്ടെന്ന് ഉപ്പ പോകണമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനിയെന്താ മോനെ, ഞാൻ പോട്ടെ. ഉപ്പാക്ക് കുറേ പ്രാരാബ്ദങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ. മോന് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് എയർപോർട്ടിലേക്ക് വരുവേണ്ടിട്ടോ. ഞാനിവിടുന്ന് ഒരു ടാക്സി പിടിച്ചങ്ങോട്ട് പോയിക്കോളാം. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഇല്ലെങ്കിലൊന്ന് എനിക്കെൻ്റെ പൊന്നുമോനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പോകുന്ന വഴിക്ക് മോൾട്ടിൻ്റെ വീട്ടിലൊന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് ആരും വരൂലല്ലോ.
നിങ്ങളും ഉമ്മയുടെ സ്വഭാവം അതൊക്കെ തന്നെയല്ലേ. അതുകൊണ്ട് ഉപ്പ ഇൻഷാ അല്ലാ ആയിക്കോട്ടെ. അങ്ങനെ അതാ ഉപ്പ ഫോൺ കട്ട് ചെയ്തിരുന്നു. പോകുന്ന വഴിക്ക് നേരെ മോൾട്ടിയുടെ അടുക്കിലേക്ക് ഉപ്പപ്പ വന്നിട്ടുണ്ട്. അല്ല ഉപ്പയോ? ഉപ്പ മോളെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ അപ്പോൾ നാളെ പുലർച്ചെ ഇറങ്ങൂട്ടോ. 5 മണിക്ക് ഇറങ്ങണം ഇൻഷാ അല്ലാ. മോൾ ദുആ ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മോൾട്ടിക്ക് സങ്കടമാണ് വന്നത്. ഉപ്പ പോവുകയാണോ ഇനിയും ഗൾഫിലേക്ക്? പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലെത്തി വീണ്ടും എൻ്റെ ഉപ്പാക്ക് പോകേണ്ട ഒരു ഗതി വന്നുല്ലേ? മോളെ സാരമില്ല, സമാധാനമുള്ളിടത്തേക്ക് പോട്ടെ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ട്. എന്തൊക്കെ തന്നെയാലും നിങ്ങളുടെ ഉമ്മാക്ക് സന്തോഷമാവും, അതുറപ്പാണ്. അതൊന്നും നോക്കണ്ട. ഉപ്പ ഇക്ക മറ്റന്നാൾ വരും കേട്ടോ. മോളെ നിങ്ങൾ സമാധാനത്തിൽ ജീവിക്കേ, ഉപ്പാൻ്റെ പ്രാർത്ഥന ഉണ്ടാവും കൂടെ. അങ്ങനെ അതാ ഉപ്പ അവിടെ നിന്ന് ഇറങ്ങുന്നു. വീട്ടിലേക്ക് പോകുവാനേ തോന്നുന്നില്ല. അത്യാവശ്യമായിട്ട് കുറച്ച് ബാഗിൽ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. പെട്ടെന്ന് അവിടെ പോയിട്ട് ഒരിക്കലും അറബിയമ്മയുടെ അടുക്കിലേക്ക് പോകുന്നത് ശരിയല്ല. കാരണം എനിക്ക് അത്രക്കും സഹായ സഹകരണങ്ങൾ ചെയ്തിട്ട് വീണ്ടും അങ്ങോട്ട് പോവാന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട. എന്തൊക്കെ തന്നെയായാലും എവിടെയെങ്കിലും പുറത്ത് ജോലിക്ക് പോകണം, അതായിരിക്കും നല്ലത്. അങ്ങനെ അതാ വീണ്ടും പ്രവാസ ലോകത്തേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിൽ ആ രാത്രിയിൽ വീട്ടിലേക്ക് എത്തുന്നു. ഷാഹിന വന്ന് വാതിൽ തുറന്നു. ഉമ്മ അവിടെ കട്ടിലിൽ ഇരിക്കുകയാണ്. ഇക്ക നിങ്ങൾ വന്നോ? അല്ലെങ്കിൽ വന്നാലൊന്ന് മൈൻഡ് ചെയ്യുകയോ മിണ്ടുകയോ ചെയ്യില്ല. ഇപ്പോഴിതാ കൂടുതൽ സ്നേഹം. ഇക്ക സാധനങ്ങളൊക്കെ എടുത്തു വെച്ചില്ലേ? തരി, ഞാൻ കുറച്ച് എടുത്ത് വെച്ച് തരാം. എനിക്കെൻ്റെ കാലനക്കാൻ പറ്റായിട്ട് ഒന്നിനും കഴിയണില്ല. എന്നിട്ട് ഞാൻ ഷാഹിനാനോടാണ് പറഞ്ഞത്, കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ഉപ്പാൻ്റെ ഇസ്തിരിട്ട് വെച്ചോ, അതൊക്കെ ഒന്ന് ബാഗിലാക്കി വെച്ചാളാം. ഉപ്പ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. എനിക്ക് കൂടുതൽ ഡ്രസ്സൊന്നും വേണ്ട, എനിക്ക് 1-2 കോട്ട് മതി, അത് മതി. അല്ലിക്ക നിങ്ങൾ 2 ദിവസത്തിനാണോ പോണത്? കുറച്ചധികം ഡ്രസ്സൊക്കെ എടുത്തോളേ. എന്താ അപ്പം ഇത്, വിദേശത്തൊക്കെ പോവല്ലേ? അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ? 2 ഡ്രസ്സ് എടുത്താൽ പണിക്കിറങ്ങേണ്ടതാണ്. അപ്പോൾ ഈ 1-2 കൂട്ട് ഡ്രസ്സ് എടുത്ത് പെട്ടെന്ന് വാങ്ങലൊക്കെ നടക്കുമോ? ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഉപ്പാക്ക് ദേഷ്യമാണ് വന്നത്. എന്തൊരു സന്തോഷം, ഞാൻ പോവെന്ന് പറഞ്ഞപ്പോൾ എന്താ അവളുടെ ഒരു ഉത്സാഹം. മറ്റേത് വരുമ്പോഴേക്കും ഓളെ ദേഷ്യവും കാര്യവും കാണ്ടി വരൂല. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അതെ, എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മതി, കൂടുതലായിട്ട് കൊണ്ടുപോകണ്ട. എന്തിനാണത് കണക്കില്ലാതെ? ഇക്ക കുറച്ച് പത്തിരി ഇറച്ചും കൊണ്ടുപോകല്ലേ? ഇങ്ങക്ക് അവിടെ ചെന്നാൽ വിഷക്കൂലേ? കുറച്ച് ഉണ്ണിയപ്പം ചുട്ടുതരാം. വേണ്ട, അതൊന്നും എനിക്ക് വേണ്ട. അതെന്താ? എല്ലാ പ്രാവശ്യങ്ങളും പറയലാണല്ലോ കുറച്ച് ഉണ്ണിയപ്പം വേണം, ഇറച്ചിയും പത്തിരിയും വേണം എന്നൊക്കെ. അറബിയമ്മാൻ്റെ അടുത്തേക്കല്ലേ പോണത്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ അല്ലേ? അവിടെ എത്തിയാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നല്ല സുഖമുള്ള പണിയും കിട്ടും, നല്ല പൈസയും കിട്ടും. സമാധാനമായി. ആര് പറഞ്ഞു ഞാൻ അറബിയമ്മയുടെ അടുക്കിലേക്കാണ് പോകുന്നതെന്ന്? പിന്നെ നിങ്ങളെടുക്ക പോണത്? ഞാൻ അങ്ങോട്ടൊന്നല്ല, ഞാൻ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അല്ലോ, അതെന്താ? അറബിയമ്മയുടെ അടുക്കിലേക്ക് പോകുമ്പോഴല്ലേ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുക? അങ്ങോട്ട് പോയിക്കോളി. അല്ലാതെ വേറെ പണിക്ക് പോയാലേ വെറും 30,000 രൂപ കിട്ടിയെങ്കിലായി. ഇത് നേരെ അറബിച്ചിൻ്റെ അടുത്തേക്ക് പോവാണ്. നിങ്ങൾ അവിടുത്തെ പഴയ ആളല്ലേ. എന്തൊക്കെ തന്നെയാലും 2-2.5 ലക്ഷത്തിൽ കുറയില്ല നിങ്ങൾക്ക്. റഷീദുമ്മയുടെ വാക്കുകൾ കേട്ട് ഉപ്പാക്ക് ദേഷ്യമാണ് വന്നത്. അതെ, എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, അത് വീട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. അത് എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടണം. നിന്നോട് ചോദിച്ചാൽ നീ തരില്ലല്ലേ? എന്താ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തോട്ടങ്ങൾ, വീട്, എൻ്റെ തോട്ടങ്ങളിൽ നിന്നുള്ള വരുമാനം അതെല്ലാം നിൻ്റെ അക്കൗണ്ടിലേക്ക് നൈസായിട്ട് മാറ്റി വെച്ചു അല്ലേ? എല്ലാം നിൻ്റെ പേരിലാക്കി. എന്നിട്ടിപ്പോൾ എൻ്റെ മകനെ മോചിപ്പിക്കുവാനുള്ള കുറച്ച് ക്യാഷിൻ്റെ ആവശ്യം വന്നപ്പോൾ പോലും നീ അത് തന്നില്ല. നിൻ്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല അല്ലേ? 0 ബാലൻസ് ആണ് അല്ലേ? പിന്നെ ഈ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം കാര്യങ്ങളൊക്കെ അത് എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാം നീ അങ്ങ് പിടിച്ചടക്കിയല്ലേ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഈ ദുനിയാവ് കുറേ കാലമൊന്നും ഉണ്ടാവില്ല, കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. എന്താ ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടെന്ന് കരുതി
ആർക്കെങ്കിലും ഉപകാരത്തിന് കിട്ടുന്നുണ്ടോ? എന്തുപകാരം? ആ, അങ്ങനെ ഒന്നും ഇപ്പം നമ്മൾ ചിന്തിക്കണ്ട. അവനാൻ്റെ കാര്യം നോക്കിയാൽ പോരെ. നീ എന്നോട് കൂടുതൽ സംസാരിക്കണ്ട. ഇക്ക, നിങ്ങളിപ്പോൾ ഓണ തലേന്ന് എന്നോട് എന്ത് ദേഷ്യം പിടിച്ചിരിക്കണം? എൻ്റെ ഈ കിടപ്പ് നിങ്ങൾ കണ്ടില്ലേ? കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണ നിങ്ങൾ കണ്ടില്ലേ? എന്നോട് നിങ്ങൾക്ക് തീരെ ദയയില്ലല്ലോ. എനിക്കിക്ക നിങ്ങളില്ലാതെ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രയാസമാണ്. ഉപ്പാക്ക് ദേഷ്യമാണ് വന്നത്. റഷീദ, എന്തിനാണ് ഈ കള്ളക്കരച്ചിൽ? ആർക്ക് വേണ്ടി? നീയല്ലേ എന്നെ ഗൾഫിലേക്ക് പോയിക്കോ പോയി എന്ന് പറഞ്ഞ് ഒരുപാട് എന്നെ നിർബന്ധിച്ചത് അല്ലേ? നീ അതൊക്കെ മറന്നുപോയോ? എന്തൊക്കെ തന്നെ നിൻ്റെ ഇഷ്ടം പോലെ ആയല്ലോ അല്ലേ? ഇക്ക, നിങ്ങൾ അങ്ങനെ പറയല്ലേ. എനിക്ക് നിങ്ങളോട് എന്ത് സ്നേഹം ഉണ്ടെന്നോ. സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് ഞാൻ. ഇവിടെ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് ഇടങ്ങാറാണ്. ഗൾഫ് പോയാൽ ആ ഒരു കഷ്ടപ്പാട് കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് ഞാനിത് പറയണത്. വേണ്ട, നിൻ്റെ നാടകം നിർത്ത്. നിൻ്റെ നാടകം കുറേ കണ്ടതാണ്. ഒരിക്കലും ഇനി എനിക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹമില്ല. ഇക്ക, അങ്ങനെ പറയില്ല. നിങ്ങളവിടെ നിൽക്കണതിന് കുഴപ്പമില്ല, നിന്നോളി. പക്ഷേ സാലറി കിട്ടുമ്പോൾ മാസത്തിലുള്ളത് ഇങ്ങോട്ട് അയച്ചുകൊണ്ടിട്ടോ. അല്ലെങ്കിൽ എന്താണോ, അത് ഒക്കെ കയ്യിലൊക്കെ വെച്ച് നിന്നാൽ ബാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാലൊക്കെ എന്തെങ്കിലും ആയിപ്പോവും. എന്തെങ്കിലും പലതും കേൾക്കാലോ നഷ്ടപ്പെട്ടു എന്നൊക്കെ. അതുകൊണ്ട് കിട്ടണ അപ്പം അങ്ങോട്ട് അയച്ചോളി. ഉപ്പാക്ക് വീണ്ടും ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. കണ്ടില്ലേ, വല്ലാത്തൊരു പണത്തിൻ്റെ മോഹിയായിപ്പോയി. ഹോ, ഒരു മനുഷ്യനെ അല്ല, അവർക്ക് പണമാണ് വലുത്. ഹോ, പണത്തിൻ്റെ മേലെ അവൾക്കൊന്നുമല്ല, അവളുടെ ലക്ഷ്യം പണം മാത്രം. ആ രാത്രിയിൽ ഉപ്പ കൊണ്ടുപോകാനുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. ഷാഹിന പറഞ്ഞു, ഉപ്പ ഈ ഡ്രസ്സ് കൊണ്ടുപോകുന്നില്ലേ? ഇല്ല മോളെ, ഇത് മതി. അതെന്താ ഉപ്പ? അപ്പോൾ അത്ര കുറച്ച്? ഇത് മതി മോളെ. ആ നിമിഷവും ഷാഹിന കരുതി ഉപ്പയോട് ഈ കാര്യമൊന്ന് പറയട്ടെ എന്ന്. വേണ്ട, ഇപ്പോൾ പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി തീരും. തൽക്കാലം വേണ്ട, പറഞ്ഞതുപോലെ അത് അങ്ങോട്ടേക്ക് എത്തിക്കായിരിക്കും നല്ലത്. പിറ്റേന്ന് പുലർച്ചെ ഉപ്പ അതാ ഒരുങ്ങുന്നു. നേരത്തെ തന്നെ ആരും വിളിക്കാനില്ല, ആരും ഹെൽപ്പ് ചെയ്യാനില്ല. പാവം, അത്രയധികം സമ്പാദിച്ചിട്ടും വീണ്ടും ഒരു പ്രവാസിയാകേണ്ട അവസ്ഥ. ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങുന്നു, ആരോടൊന്നില്ലാതെ ഉപ്പ പറഞ്ഞു. ഇക്ക, നിങ്ങൾ പോവുകയാണോ? ഉമ്മ സങ്കടത്തോടെ അതാ കരയുന്ന പോലെ അഭിനയിക്കുന്നു. ഉപ്പാക്കറിയാം, ഒരിക്കലും അവൾ കരയില്ല. അവൾക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല. പിന്നെ എന്തിനാ അവൾ കരയുന്നത്? മോളെ ഷാഹിന, ഉപ്പ പോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ശരിക്കും ഷാഹിനക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. പഠിച്ചോനെ, ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഒരു 5 പൈസ പോലും അതിൽ നിന്ന് കൊടുക്കുന്നില്ല ഉമ്മ. എത്രമാത്രം ക്രൂരതയുള്ള ഉമ്മ. പഠിച്ചോനെ, ഇങ്ങനത്തെ ഒരു ദുനിയാവിലുണ്ടാവുമോ? ഉപ്പ അതാ ടാക്സിക്കാരനെ ആ ടൈമിന് വരാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം വന്ന് ഉപ്പയെ കൊണ്ടുപോയി. ഉപ്പയുടെ കൂടെ പോകാൻ ആരുമുണ്ടായിരുന്നില്ല. ആരോടും പറഞ്ഞതുമില്ല. തൻ്റെ മകനോട് മാത്രം പറഞ്ഞു. അവൻ എയർപോർട്ടിലെത്തും. അങ്ങനെ അതാ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അതാ എത്തുന്നു. ഉപ്പ അവിടെ ഇറങ്ങി. ഉപ്പയുടെ കയ്യിൽ ആകെ ഒരു ബാഗ് മാത്രം. അപ്പോഴേക്കും സിനാനും ജസീനും അവിടെ എത്തിയിരുന്നു. ഉപ്പയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് സിനാൻ കെട്ടിപ്പിടിച്ചു. പൊന്നുമോനെ, ഉപ്പ പോയിട്ട് വരാം. ഉപ്പ, ഞാനും വരുന്നുണ്ട് വൈകാതെ. എനിക്കും ആവില്ല വീട്ടിലേക്ക് പോവാൻ. മോനെ, ഇൻഷാ അല്ലാ പോര്, വൈകാതെ തന്നെ. പൊന്നുമോനെ, ഒരിക്കലും ഉപ്പ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഉപ്പ, നിങ്ങൾ എന്താ പറയുന്നത്? അതെ മോനെ, തിരിച്ചൊരു വരവ് ഈ ഒരു മണ്ണിലേക്ക് ഞാനില്ല. എനിക്കതിനാഗ്രഹമില്ല. മരിക്കുകയാണെങ്കിൽ അവിടെ മരിക്കണം, ആ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത്. അല്ലാതെ ആ ഉപ്പ വിതുമ്പുന്നുണ്ടായിരുന്നു. ഉപ്പ കരയില്ലേ? സിനാനും സങ്കടം സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് കണ്ട് ജസീലിൻ്റെയും കണ്ണിൽ വെള്ളം നിറഞ്ഞു. അവനവൻ്റെ കണ്ണുകൾ തോർത്തി. റബ്ബേ, ഇത്രയധികം സ്നേഹമുള്ള പിതാവും മകനും, പക്ഷേ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല. എന്ത് ചെയ്യാം? പിതാവത എയർപോർട്ടിനകത്തേക്ക് പോകുന്നു. ഒരിക്കൽ കൂടി തൻ്റെ പൊന്നുമകനെ തിരിഞ്ഞു നോക്കി സലാം പറഞ്ഞുകൊണ്ട് ആ ഉപ്പ കണ്ണുനീർ തുടച്ചുകൊണ്ട് അതാ പോകുന്നു. സിനാന് തൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പഠിച്ചോനെ, എൻ്റെ ഉപ്പ അത് പോകുന്നു. പാവം, എൻ്റെ ഉപ്പ പ്രവാസിയായിരുന്നു. വീണ്ടും
ആ ഒരു ജീവിതത്തിലേക്ക് തിരിക്കാനുള്ള കാരണം റബ്ബേ അതും ഞാനാണല്ലോ. എൻ്റെ ഉപ്പ, പഠിച്ചോനെ എൻ്റെ ഉപ്പയെ രക്ഷിക്കണം എനിക്ക് എങ്ങനെയെങ്കിലും. അല്ലാ. ഉപ്പ അകന്നു പോയപ്പോൾ സിനാന് സങ്കടം സഹിക്കുവാൻ കഴിയുന്നില്ല. അവൻ തൻ്റെ കൂട്ടുകാരനെ തോളിൽ കിടന്ന് കരഞ്ഞു. എടാ, എൻ്റെ ഉപ്പയും പോയി, എനിക്ക് സ്നേഹിക്കുള്ളവരൊക്കെ പോവുകയാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടവർ, എന്നെ സ്നേഹിക്കുന്നവരൊക്കെ പോവുകയാണല്ലോടാ. ഹേയ്, നീ കരയല്ലടാ, അതൊക്കെ ഇൻഷാ അല്ലാ പഠിച്ചതിൻ്റെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. സിനാൻ തേങ്ങിക്കരഞ്ഞു. എടാ പോയി, എനിക്കിനി ആരെവിടെ, ഞാനായിട്ട് ഇവിടെ എന്തിനാ നിൽക്കുന്നത്, ഞാനും പോവുകയാണ് എൻ്റെ ഉപ്പയുടെ കൂടെ. എടാ എനിക്ക് കഴിയില്ല, എനിക്കെൻ്റെ പെണ്ണ് നഷ്ടമായി, എനിക്കെൻ്റെ പിതാവ് നഷ്ടമായി, ഇനി എനിക്ക് ആരടാ ഇവിടെ ഉള്ളത്. എന്താണ് നീ കൊച്ചു കുട്ടികളെ പോലെ, നീ ഇങ്ങനെ കരയല്ലേ, കുറച്ചൊക്കെ ധീരതയോടെ നിൽക്കണം, എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുള്ളത് നേടിയെടുക്കണം എന്നുള്ള ചിന്തയിൽ നീ നിൽക്ക്, അല്ലാതെ ഒരിക്കലും നീ ഇങ്ങനെ കരയല്ലേ. എന്തിനാ നീ കരയുന്നത്? എടാ ഞാൻ എങ്ങനെ കരയാതിരിക്കും, എനിക്കിനി ആരുള്ളത്. എടാ, ജസീല് അവൻ്റെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു. നീ കരയല്ലടാ, എന്താ ദേ എല്ലാവരും നിന്നെ നോക്കുന്നുണ്ട് കേട്ടോ, ആയിക്കോട്ടെ പ്രശ്നമല്ല, എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വിട്ട് പോവണല്ല, എനിക്കിനി എന്തിനാ ഇവിടെ ഇങ്ങനൊരു ജീവിതം. ഹേയ് കരയരുത്. പിന്നെ നീ ഇങ്ങനെ കരഞ്ഞാലെങ്ങനെ, നമുക്ക് ചില ലക്ഷ്യങ്ങളില്ലേ, ആ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിൻ്റെ മുഹ്സിനയുടെ കൈകളിൽ എത്തിക്കണ്ടേ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവും. ഹേയ് കരയാൻ പാടില്ല, ഒരുപാട് ലക്ഷ്യങ്ങളുടെ മുമ്പിൽ അതെല്ലാം നമുക്ക് തീർക്കേണ്ടതാണ്, അതെല്ലാം നേടിയെടുക്കണം. അതിനൊക്കെ നീ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരുന്നാൽ എങ്ങനെ? ഞാൻ പെട്ടെന്ന് പറയാണ് അവളോട്, പറഞ്ഞിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് സെറ്റാക്കിയിട്ട് നമുക്കതവിടെ എത്തിക്കണം. നീ കൊണ്ടുപോയി കൊടുക്കുന്നല്ലേ പറഞ്ഞത്? എടാ എനിക്കങ്ങോട്ട് പ്രവേശനം ഉണ്ടാവുമോ? പ്രവേശനം ഉണ്ടായാലും ഇല്ലെങ്കിലും വേണ്ടില്ല, എന്നാൽ നീ പോയിക്കോ, ധൈര്യമുള്ള ആൺകുട്ടിയാണെങ്കിൽ നീ ചെല്ല്, നീ കെട്ടിയ പെണ്ണല്ലേ. അവളെ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്നെ അങ്ങോട്ട് അടുപ്പിക്കോ എനിക്കറിയില്ലടാ. ഹേയ് നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ, നമ്മളുടെ ലക്ഷ്യങ്ങൾ മുമ്പിൽ പരന്ന് കിടക്കുകയാണ്, അതൊക്കെ നമുക്ക് നേടിയെടുക്കേണ്ടതാണ്, അല്ലാതെ ഇങ്ങനെ കരയല്ലേ, കരയാൻ പാടില്ല. ആൺകുട്ടികൾ ഇങ്ങനെ കരയോ? അയ്യേ ഇല്ല. അവർ എയർപോർട്ടിൽ നിന്നും തിരിച്ചു പോന്നു. അതാ താഴ്ന്നുകൊണ്ട് വിമാനം പറന്നു പൊങ്ങുന്ന ആ ഒരു ഭാഗം എത്തിയപ്പോൾ സിനാനവിടെ വണ്ടി നിർത്തിക്കൊണ്ട് പറഞ്ഞു, എടാ എൻ്റെ ഉപ്പ ഇപ്പോൾ പോകുന്നില്ലേ, ഒന്ന് നോക്ക് നമുക്ക്. തൻ്റെ പ്രിയപ്പെട്ട പിതാവ് പറന്നകലുന്നത് കാണുവാൻ വേണ്ടി സിനാനത ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. പെട്ടെന്നതാ ഒരു വിമാനം അകലുന്നു. വളരെയധികം ശബ്ദത്തോടു കൂടി ആ ഒരു മേഘത്തിനുള്ളിലേക്ക് അതങ്ങ് മാഞ്ഞു പോയി. സിനാൻ വിതുമ്പിപ്പോയി. ഉപ്പ, എൻ്റെ ഉപ്പ. അവൻ നെഞ്ചിൽ കൈവച്ച് കരഞ്ഞു. എടാ എന്താടാ ഇത്, എൻ്റെ ഉപ്പ പോയി ജസീലേ, എനിക്കിനി ആരാളുള്ളത്? എന്നെ ദുനിയാവിൽ സ്നേഹിക്കാൻ എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഉപ്പയുടെ ഇഷ്ടത്തിനിടെ ഞാൻ കല്യാണം കഴിച്ചത്, ഉപ്പ പറഞ്ഞിട്ടാണ്. എൻ്റെ ഉപ്പ പോയാൽ എനിക്ക് ആരുള്ളത്? എടാ നീ എന്തെങ്കിലും, ഉപ്പ മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ, ഉപ്പ ഗൾഫിലേക്കല്ല പോയത്. ഒക്കെ ശരി തന്നെയാണ്, എൻ്റെ ഉപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, പൊന്നുമോനെ സിനാനെ, ഒരിക്കലും ഞാനിനി ഈ മണ്ണിലേക്കില്ല. എന്താ ഇതിനൊക്കെ അർത്ഥം? അത്രക്കും എൻ്റെ ഉപ്പയും ബുദ്ധിമുട്ടിയിട്ടല്ലേ? അത്രക്കും. എടാ നീ കരയല്ലടാ. ശരിക്കും പറഞ്ഞാൽ ജസീലിനും ആ സങ്കടം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ആ ഫ്ലൈറ്റ് അങ്ങ് പറന്നുയർന്നപ്പോൾ സിനാൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അവനറിയാതെ നിലവിളിച്ചു പോയി. പ്രിയപ്പെട്ട പിതാവ് പറന്നകുന്നത് അവന് വല്ലാത്തൊരു വേദനയായി മാറി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ. അല്ലാ, പാവൻ്റെ ഉപ്പ എത്ര കഷ്ടപ്പെട്ടതാണ് ഞങ്ങൾക്ക് വേണ്ടി, എൻ്റെ വിവാഹത്തിന് വേണ്ടി എത്ര കൊതിച്ചു. എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു, നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി തന്നു. പക്ഷേ എല്ലാം നഷ്ടമായി. എനിക്കെൻ്റെ പെണ്ണിനെയും എൻ്റെ പിതാവിനെയും. ആര് പറഞ്ഞു നിനക്ക് നഷ്ടമായിന്ന്? നീ ആ വാക്ക് മിണ്ടിപ്പോരുത് കേട്ടോ സിനാനെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ കുറേ സമയമായി കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ കരയുന്നു. എന്തിനാണ് നിനക്ക് കരച്ചിൽ എന്തെങ്കിലും വരുന്നത്?
ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നേടിയെടുക്കാൻ നമുക്ക് കഴിയും. ഒരിക്കലും കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരു ലക്ഷ്യം വേണം, പ്രതീക്ഷ വേണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരൊക്കെ തന്നെ തട്ടിത്തെറിപ്പിച്ചാലും അത് നേടിയെടുക്കാൻ കഴിയും. ഇല്ലടാ, എൻ്റെ പെണ്ണിനെ എനിക്ക് കിട്ടൂലല്ലോ. അവർ ഡൈവേഴ്സ് അല്ലേ, ഒരിക്കലും അവളെനിക്ക് കിട്ടൂലിനി. ഞാനിനി എത്ര കരഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചാലും അവരെനിക്ക് തരില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ആര് പറഞ്ഞു തരില്ലെന്ന്? അതൊക്കെ തരും. ഒരാണും പെണ്ണും വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. എന്താടാ, എൻ്റെ കുട്ടിയുടെ കസ്റ്റഡിയിലല്ലേ, അവർ വിടൂരല്ലോ. അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷേ സിനാനെ സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ജസീൽ ആകെ സങ്കടപ്പെട്ടു. പടച്ച റബ്ബേ, എന്തൊരു ഇടങ്ങാറ റബ്ബേ ഇത്. ഇവരിത്രമാത്രം ലോല ഹൃദയമുള്ളവരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സിനാനെ, വണ്ടി കയറി, നമുക്ക് പോകാം. മാറി, ഞാൻ ഡ്രൈവ് ചെയ്യോളാം. നീ ചിലപ്പോൾ നിയന്ത്രണം വിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ആവും. അങ്ങനെ അതാ ജസീലും സിനാനും വീട്ടിലേക്ക് പുറപ്പെടുന്നു. സിനാൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട പിതാവും പറന്നകന്നപ്പോൾ അവന് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അല്ലാ പഠിച്ചോനെ. അപ്പോഴും അവൻ ദുആ ചെയ്തു, റബ്ബിർഹംഹുമാ കമാ റബ്ബിയനി സഗീറ.